ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ, എൻ്റെ കസിൻ്റെ കല്യാണം തന്നെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലാട്ടോ കല്യാണം. അങ്ങനെ ഞാനും മോളൊക്കെ മെഹന്തിയൊക്കെ ഇട്ട് രാവിലെ ഫ്രഷായി പോയി. അപ്പോൾ ഇന്ന് ഞാൻ സാരി ആട്ടോ എടുക്കുന്നത്, ഒരു ഗ്രീൻ സാരി ഉണ്ട്. അപ്പോൾ ഇത് എൻ്റേതല്ല, എൻ്റെ അനിയത്തിൻ്റെ സാരിയാണ്. മോക്ക് പിന്നെ സ്കേർട്ടും ടോപ്പും ഇട്ട് കൊടുത്തു. അപ്പോൾ ഷിബു വന്നിരുന്നു, ബ്രദറാണ്. അപ്പോൾ അവൻ വന്നിരുന്നു. അപ്പോൾ അവനും പിന്നെ ഇത് ഉമ്മയും പിന്നെ ഇതിൻ്റെ മുത്തമ്മാൻ്റെ മകളാട്ടോ ബാക്കിലുള്ളത്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിനി നേരെ പോകുന്നത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവളെയും കൂടി അവിടുന്ന് പിക്ക് ചെയ്ത് കണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നുണ്ട് ഉമ്മാൻ്റെ വീട്ടിലത്തെ. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഒരു കസിൻ്റെ കല്യാണം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോവുമായിരുന്നു. ഈ റെഡ് ഡ്രസ്സ് ഇട്ടത് ഐഷ കേട്ടോ, അവളെ കുട്ടിയാണേ, മുത്തമ്മൻ്റെ മകളെ. ഐഷ ഐഷ ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. ഷിബു റോഷോടെ ഞങ്ങൾ കോട്ടയ്ക്ക് ബൈപ്പാസിൻ്റെ അതിലേ പോയത്. അവളെ കല്യാണം കഴിച്ചിട്ടുള്ള അനിയത്തിൻ്റെ സ്വാഗതമാടാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇതിലൂടെ പോയാൽ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അവളെ വീട്ടിലെത്തി. ഞങ്ങൾ വേഗം അവളെ വീട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോയത് എന്താ വെച്ചാൽ അവളും സാരി എടുക്കുന്നത്. അപ്പോൾ ഉമ്മ ഒന്ന് റെഡിയാക്കി കൊടുക്കേണ്ടി വരും. എനിക്കും അവൾക്കൊക്കെ സാരി ഉമ്മ തന്നെ റെഡിയാക്കി തരില്ല, ഉടുത്ത് തരില്ല. അപ്പോൾ പിന്നെ വേഗം അവൾ പറഞ്ഞു നിങ്ങൾ വേഗം വരുകൊണ്ട് അവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നപ്പോഴാണെങ്കിലോ ലച്ചു അവിടുന്ന് ഫ്രോക്കാണ് ഇട്ടിട്ടുള്ളത്. ലച്ചുവിൻ്റെ ഫ്രോക്കാണ് ഇട്ടത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര കരച്ചിൽ, അവൾക്കും ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെ സ്കേർട്ടും ടോപ്പൊക്കെ അവിടെ നിന്ന് ഊരി വെച്ച് പിന്നെ ലച്ചുവിൻ്റെ ഫ്രോക്ക് ഉണ്ടായിരുന്നു, അത് വേഗം ഇട്ട് കൊടുത്ത്. അതിട്ട് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. അത് ഭയങ്കര ലൂസ് ഫിറ്റ് ഒന്നുമല്ല കേട്ടോ, ഭയങ്കര പാകമായും ചെയ്ത്. ഒന്നാമത് അവളെ വീട്ടിൽ നിന്ന് ഡ്രസ്സിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ലേറ്റ് ആയിക്കണം. 12:30 കഴിഞ്ഞ് 1 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് അവളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ വഴക്കറിയുണ്ട്, ലേറ്റ് ആയിക്കണം, അവിടെ എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിക്കണം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ പിന്നെ മോളിൻ്റെ കൂടെ ഇരിക്കൊന്നുമില്ല. ഓള് അനിയത്തിനെ കിട്ടിയ പിന്നെ അനിയത്തിൻ്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുക വേണമെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ വേഗം പോയി. അപ്പോൾ കല്യാണ വീട്ടിലെത്തിയപ്പോൾ പിന്നെ കുറേ ഒരു കുടുംബക്കാരെ കണ്ടിട്ടോ. ഒന്നാമത് കുറേ കാലമായിക്കണം എല്ലാവരും കണ്ടിട്ട്. ഉമ്മാൻ്റെ വല്യമ്മാൻ്റെ കുടുംബക്കാരും വല്യപ്പാൻ്റെ കുടുംബക്കാരൊക്കെ കണ്ട് കുറേ ആയിട്ടുണ്ട് കണ്ടിട്ട്. അപ്പോൾ അവരായിട്ടൊക്കെ പിന്നെ വേഗം സംസാരിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കാൻ പോയി. ചിക്കൻ ബിരിയാണി പിന്നെ എന്തോ ഒരു മന്തി എന്തോ സംഭവം ഉണ്ടായിരുന്നു. മന്തി ഞാൻ കഴിച്ചിട്ടില്ല, ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ച്. പിന്നെ പായസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുടിച്ച് കഴിഞ്ഞേക്കിനാൽ മക്കൾ എന്താ അവിടെ പോപ്കോൺ എന്തോ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതിന് ഭയങ്കര കരച്ചിലായിരുന്നു. മോളും ലച്ചും പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം എൻ്റെ അനിയത്തിനെ വിട്ട്. അവളോട് ഞാൻ പറഞ്ഞു കുറച്ച് വലിയ ആളല്ലേ, ഈ അവിടെ പോയി നിന്നോക്ക്, ലൈനായി നിന്നോ, ഇന്ന് ചിലപ്പോൾ തരുമല്ലോ എന്ന് പറഞ്ഞ് കണ്ട പോയത്. പക്ഷെ അവൾക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ചെക്കൻ്റെ കൂടെ വേഗം കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പെണ്ണ് വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. എന്താ വെച്ചാൽ ഷിബുവിന് പെട്ടെന്ന് എയർപോർട്ടിൽ എത്തണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ ഇതിൽ ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യേ.